ദുആഇന് ഒരുപാട് വസിയ്യത്തുകളുണ്ട്. എഴുതി അറിയിച്ചതും പറഞ്ഞതും ഒക്കെയായി നമ്മുടെ കൂട്ടുകാരുടെ ഒരുപിടി പ്രശ്നങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് ദുആഇന് ഉത്തരമുള്ള സദസ്സാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇൽമുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായതുകൊണ്ടും ആലിമീങ്ങൾ ഇരിക്കുന്ന ഒരു മജ്ലിസായതുകൊണ്ടും അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ. കൊല്ലം ജില്ലയിൽ നിന്ന് വന്നവർ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്നവരുണ്ട്. ഒട്ടു ദൂരങ്ങളിൽ നിന്നൊക്കെ എത്തിപ്പെട്ട ആളുകൾ ഈ സദസ്സിൽ ഞാൻ കണ്ടുപരിചയപ്പെട്ടവർ തന്നെ ഞാൻ കണ്ടു. അള്ളാഹു അവരുടെയൊക്കെ യാത്ര, നിങ്ങൾ ഓരോരുത്തരും ഇങ്ങോട്ട് എത്തിച്ചേരാൻ എടുത്ത പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയിലേക്കുള്ള കാൽവെപ്പുകളായി കബൂലാക്കുകയും നമ്മുടെ നന്മകൾ അള്ളാഹു സ്വീകരിക്കുകയും അത് കാരണം നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാടിയുടെ ചെലവിലേക്ക് സംഭാവനകളും നിങ്ങളുടെ സ്വതക്കകളും ആവശ്യമുണ്ട്. നമ്മുടെ പ്രവർത്തകന്മാർ അതുമായി സമീപിക്കുമ്പോൾ നിങ്ങൾ നല്ലവണ്ണം അതുമായി സഹകരിക്കണമെന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. വിഷയത്തിലേക്ക് കടക്കുകയാണ്. പൂർണ്ണതയെത്തിയ പാണ്ഡിത്യത്തിന്റെ മുഖശ്രീ എന്താണ്? വിജ്ഞാന സമ്പാദനത്തിന് ആലിമീങ്ങളെടുത്ത കഷ്ടപ്പാടുകൾ, ഈ ലോകത്തെ സൗഭാഗ്യങ്ങളും പൈസയും ഒഴുകി വന്നപ്പോഴും വേണ്ടെന്ന് വെച്ച് ത്യാഗത്തിൽ മുഴുകിയ സുഹൃദിൽ ജീവിച്ച പാണ്ഡിത്യം, അസന്നിഗ്ധ ഘട്ടങ്ങളിൽ ഇസ്ലാമിക ശരീഅത്ത് കടുത്ത വെല്ലുവിളി നേരിടുന്ന സമയത്ത് സത്യം വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച പാണ്ഡിത്യത്തിന്റെ പാരമ്പര്യം, സ്വന്തം മുതഅല്ലിമീങ്ങൾക്ക് ഏറ്റവും നല്ല ഇൽമു പറഞ്ഞുകൊടുത്ത പാണ്ഡിത്യം, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെട്ട് ജീവിച്ച പണ്ഡിതന്മാരുടെ കരങ്ങളാൽ കാലാകാലങ്ങൾക്ക് വിജ്ഞാനത്തിന്റെ എൻസൈക്ലോപീഡിയകളായി നിലകൊള്ളുന്ന വളരെ മഹത്തായ ഗ്രന്ഥരചനകൾ, അള്ളാഹുവിന് വേണ്ടി അവരൊക്കെ കാണിച്ച തവാദുഅ്, ഈ വഴികളിലൂടെയാണ് നമ്മുടെ ചർച്ച കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹുൽ അസീസ്. അല്ലാഹു അത് ഖബൂൽ ചെയ്യട്ടെ. അൽ ഇൽമു അഷ്റഫു മത്ലൂബ്. കയ്യിൽ കിട്ടിയാൽ ഏറ്റവും വലിയ മഹത്വം ലഭിക്കാൻ കാരണമാകുന്ന സാധനം ഇൽമാണ്, പൈസയല്ല. ഇൽമുണ്ടെങ്കിലാണ് ഷറഫുണ്ടാവുക. ഇൽമാണ് അഭിമാനം. എന്നാൽ وهو يوصل صاحبه إلى جنة عرضها السماوات والأرض. ഇൽമ പഠിച്ച ആളുകളെ ആകാശലോകങ്ങളെക്കാളും വിശാലതയുള്ള സ്വർഗത്തിലേക്ക്, നീളം പറഞ്ഞില്ല എന്നാ, സ്വർഗത്തിന്റെ വീതിയെ പറഞ്ഞിട്ടുള്ളൂ അല്ലാഹു. നീളം എന്തായിരിക്കും പിന്നെ? ഈ പ്രപഞ്ചമാണതിന്റെ വീതി. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഇൽമ സഹായിച്ചേക്കും. ഔ യൂസിലുഹു ഇലാ നാരിൻ സലല്ലാഹ്, അല്ലെങ്കിൽ ആ ഇൽമു കൊണ്ട് തന്നെ കത്തിയാളുന്ന നരകത്തിലേക്ക് പോകാനും ഇടവരും എന്ന് മഹാന്മാർ ഇൽമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നസ്അലുല്ലാഹ തആല അസ്-സിത്ര വൽ ആഫിയ വസ്തൗഫീഖ ലിമർദാതിഹി. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ജീവിക്കുന്ന സച്ചരിതരായ പണ്ഡിതന്മാരിൽ, അവരെ സ്നേഹിക്കുന്നവരിൽ, അവരുടെ മുഹിബ്ബീങ്ങളിൽ, അവരുടെ മുരീദുകളിൽ, മുതഅല്ലിമീങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ തീർത്തിത്തരണമേ തമ്പുരാനെ എന്ന് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്. ഒരുപാട് കാലം ഇൽമ പഠിച്ചതിന്റെ ശേഷം ക്രിസ്തുമത വിശ്വാസിനിയായിരുന്ന ഒരു പെണ്ണുമായി പ്രേമത്തിലായത്, അതും നിസ്കാരവുമായി ബന്ധപ്പെട്ട് പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ, വഴിവക്കിലുള്ള ഒരു വീട്ടിലെ ഒരു വീട്ടുകാരി പെണ്ണ് അവളുടെ സൗന്ദര്യം കണ്ട് അവളിൽ ആകൃഷ്ടനായി അവളെ കല്യാണം കഴിക്കണമെന്ന് മോഹമായി. അവൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ ക്രിസ്തുമതം നിങ്ങൾ സ്വീകരിച്ചേക്കണം, പള്ളിയും ദർസും ഖുർആനും ഒക്കെ ഉപേക്ഷിച്ചേക്കണം, ഞാനതിന് തയ്യാറെന്ന് പറഞ്ഞ് അസ്വാബഹുൽ ഖിദ്ലാൻ, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. റബ്ബനാ
لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അല്ലാഹുവേ, സന്മാർഗം എന്താണെന്ന് മനസ്സിലായതിന് ശേഷം, ഏതാണ് സ്വർഗത്തിന്റെ വഴിയെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം വഴിതെറ്റാതെ ഞങ്ങളുടെ ഹൃദയങ്ങളെ പിടിച്ചു നിർത്തേണമേ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് ആലി ഇംറാൻ. ഇൽമുണ്ടായ ആ മനുഷ്യൻ ഉലമാ പറയുന്നു അസ്വാബഹുൽ ഖിസ്ലാൻ, അപമാനം പേറേണ്ടി വന്നു. മുസ്ലിമായ ആളാണ്, പണ്ഡിതനായിരുന്നു, പ്രേമത്തിൽപ്പെട്ടുപോയി. എത്രയോ മഹല്ലുകളിൽ അടക്കം പിടിച്ചു നടക്കുന്ന സ്വകാര്യമായി പരസ്യമായ കഥകൾ ഒരുപാടുണ്ടാകാം. അലിമീങ്ങളാണ്, വിവരമുള്ളവരാണ്, പക്ഷേ പെണ്ണുകേസുകളിൽ പെട്ടുപോകുന്നത് വലിയ ഫളീഹത്താണ്. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അത് നാണക്കേടാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്റെ കൂട്ടുകാരൻ ആ മനുഷ്യന്റെ അരികത്തുകൂടെ നടന്നു പോകുമ്പോ റആഹു യർഅൽ ഖനാസീർ, ആ മനുഷ്യൻ പന്നിക്കൂട്ടങ്ങളെ മേച്ചു നടക്കുന്നത് കണ്ടു. പന്നിക്കൂട്ടങ്ങളെ ചോദിച്ചു, യാ ഹാദാ മാ ഫഅല ഖുർആനുക വഹദീസുക, നിന്റെ ഖുർആനും നിന്റെ ഹദീസും എന്തായിപ്പോയി? നീ വലിയ പണ്ഡിതനായിരുന്നുവല്ലോ, എന്തേ നിനക്ക് പറ്റിയത്? ഉൻസീതു മിൻഹാ, ഞാനെല്ലാം മറന്നുപോയി, ഗൈറ ആയ, ഒരായത്തൊഴികെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് താബിഈങ്ങളുടെ കാലത്ത് നടന്ന ഇബ്നു അബ്ദുർ റഹീമിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അതല്ല ഈ സംഭവം, ഇത് വേറെ ഒരു സംഭവം, ഒരു ആലിമിന് സംഭവിച്ച സംഭവം. അയാൾ പറഞ്ഞതും ഇബ്നു അബ്ദുർ റഹീം എന്ന അന്ന് ക്രിസ്ത്യാനിയായി മാറിയ റോമക്കാരി പെണ്ണിനെ കണ്ട് ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയൊരു മനുഷ്യനുണ്ട്, ഇബ്നു അബ്ദുർ റഹീം. അയാളും പറഞ്ഞത് ഒരേ മറുപടിയാണ്, ഉൻസീതുഹാ, എല്ലാം മറന്നുപോയി. സൂറത്തുൽ ഹിജ്റിലെ ഒരായത്തൊഴികെ ബാക്കിയെല്ലാം മറന്നുപോയി. മറക്കാതെ ഇപ്പോഴും ഞാൻ ഖുർആനിൽ ഓർക്കുന്നത്, റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ, റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. ഈ ആയത്ത് മാത്രം ഞാൻ മറന്നിട്ടില്ല. ഫാത്തിഹ മറന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് മറന്നു, എല്ലാം മറന്നു. ഈ ആയത്ത് ഞാൻ മറന്നിട്ടില്ല. അതിന്റെ അർത്ഥം റുബമാ യവദ്ദുല്ലദീന കഫറൂ, അവിശ്വാസം സ്വീകരിച്ച ആളുകൾ, നിരീശ്വരവാദം സ്വീകരിച്ചവർ, പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്ന് വിശ്വസിച്ചവർ, അല്ലെങ്കിൽ ഒന്നിലേറെ പടച്ചതമ്പുരാന്മാർ പ്രപഞ്ചത്തിന് വേണമെന്ന് വിശ്വസിച്ചവർ, വിവിധങ്ങളായ ദൈവങ്ങളെ പൂജിച്ചവർ ഒരു നേരം കൊതിച്ചു പോവും. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്ന് പറയുന്ന ഒരു നാള് വരാനുണ്ട്. മുസ്ലിമീങ്ങളെ ആക്ഷേപിച്ചവർ, അവരെ കളിയാക്കിയവരെ, അവരെ പരിഹസിച്ചവരെ ഒരു നാൾ തിരുത്തി പറയുമത്രേ, ഞങ്ങളും ആ മതം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്ന് നാളെ പരലോകത്ത് പറയും എന്ന് അല്ലാഹു പറഞ്ഞ ആയത്തൊഴികെ ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയി എന്ന് ആ പണ്ഡിതൻ തന്റെ കൂട്ടുകാരനോട് പറയുമ്പോ പന്നിക്കൂട്ടങ്ങളെ മെച്ചു നടക്കുകയായിരുന്നു. ശുദ്ധ ഖുർആൻ ഫമസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ് എന്ന് പറഞ്ഞ നായകളെ പോലെ ആയിപ്പോകുന്ന ചില പണ്ഡിതരെ, ബനു ഇസ്രായേലിൽ വന്ന പണ്ഡിതരെ ശുദ്ധ ഖുർആൻ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോ ഇൽമുണ്ടാവലല്ല വിഷയം, ലൈസൽ ഇൽമു ബികസറത്തിർ റിവായ. ഇൽമെന്ന് പറയുന്നത് ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കലല്ല, ഇൽമെന്ന് പറയുന്നത് ഒരുപാട് ചരിത്രം പറയലല്ല, ഇൽമെന്ന് പറയുന്നത് ദർസ് നടത്തൽ മാത്രമല്ല, ഇൽമെന്ന് പറയുന്നത് ഖുത്ബയോദലോ വഅദ് പറയലോ അല്ല. വലാകിന്നഹു മാ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിനുള്ളിലേക്ക് അല്ലാഹു എറിഞ്ഞു കൊടുക്കുന്ന ഒരു പ്രകാശമാണത്രേ ഇൽമ് എന്ന് മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. വഅദ് പറയാനും ഓതാനും മനോഹരമായി ഖുർആൻ ഓതാനും കഴിയലല്ല പാണ്ഡിത്യം, ഹൃദയത്തിനുള്ളിലേക്ക് ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയ ഒരു പണ്ഡിതൻ പേടിക്കുന്ന പോലെ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന പോലെ ഇൽമില്ലാത്തവർക്ക് ഭയപ്പെടാൻ കഴിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷി പറയുന്ന ആ ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിയുന്ന ആലിമീങ്ങൾ.
അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, പടച്ചവനെ ഞങ്ങളുടെ മർഹൂം ശൈഖനെ, ആ വഴിയിൽ കഴിഞ്ഞുപോയ പണ്ഡിതരെ, ജീവിച്ചിരിക്കുന്നവരെ, സാധുക്കളായ ഞങ്ങളെ മുഴുവനും നീ ഇഷ്ടപ്പെടുന്ന ഉഖറവിയായ പണ്ഡിതന്മാരിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. വിജ്ഞാനം നേടുന്നത് കടുത്ത ത്യാഗമാണ്, കടുത്ത ത്യാഗം വേണമതിന്. ഖിദർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ മൂസ നബി അലൈഹിസ്സലാം യാത്ര പോകുന്ന കഥ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിലുണ്ടല്ലോ. ആ കപ്പലിൽ യാത്ര പോകുമ്പോൾ ഒരു പക്ഷി വന്നിരിക്കുന്നു. മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം മജ്മഉൽ ബഹ്റൈനിൽ നിന്ന് തുടങ്ങിയ യാത്രയാണത്. അല്ലാഹുവിന്റെ റസൂൽ മൂസ നബിയുടെ കഥ പറഞ്ഞ് സൂറത്തുൽ കഹ്ഫിന്റെ കഥ പറയുമ്പോ ഹബീബ് പറയുമായിരുന്നു, റഹിമല്ലാഹു മൂസ, മൂസാ നബിയോട് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ലൗ സബറ, മൂസാ നബി ക്ഷമിച്ചിരുന്നുവെങ്കിൽ, ഹത്താ യുഖസ്സ അലൈനാ മിൻ നബഈമാ, ഖിദർ നബിയുടെയും മൂസ നബിയുടെയും ചരിത്രം ഒരുപാട് നമുക്ക് കേൾക്കാമായിരുന്നുവല്ലോ. പക്ഷേ മൂസാ നബിക്ക് ക്ഷമ വന്നില്ല. ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, ഞാനും നിങ്ങളും ഇവിടെ പിരിയുകയാണെന്ന് ഖിദർ നബി അലൈഹിസ്സലാം ആരോട്? മൂസ നബി അലൈഹിസ്സലാമിനോട്. അവിടെ ഉലമാ പറയുന്നു, നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമുണ്ടവിടെ. 3 തവണ തെറ്റ് ചെയ്തപ്പോഴേക്കും ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, ഞാനും നിങ്ങളും തമ്മിൽ ഇനി ബന്ധമില്ല. മനുഷ്യൻ അങ്ങനെയാണ്, ഒരു തെറ്റേ മാപ്പാക്കൂ. 2 പ്രാവശ്യം വീണ്ടും പുറത്തു കൊടുത്തു, 3 പ്രാവശ്യം തെറ്റ് ആവർത്തിച്ചു. പിന്നെന്താ പറയാ? നീ മരിക്കോളം ഞാൻ നിന്നോട് മുണ്ടില്ല എന്ന് പറയും, അല്ലേ? അല്ലാഹുവിനോട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോ ഒരു ദിവസത്തിൽ എത്ര നേരം തെറ്റ് ചെയ്യുമ്പോഴും അദ്നബ അബ്ദി ഫഅലിമ അന്ന ലഹു റബ്ബൻ സയഗ്ഫിറു, പുറത്തു തരാൻ പറ്റുന്നൊരു റബ്ബുണ്ടെന്നറിയുകയും പാപങ്ങളൊക്കെ പുറത്തു തരേണമേ എന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും വീണ്ടും വീണ്ടും മാപ്പിരന്ന് റബ്ബിനോട് നമ്മൾ മാപ്പിരക്കുമ്പോ പേടിക്കണം, അള്ളാഹു നമ്മളോടങ്ങാനും തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, നീ പോയിക്കോ, ഞാനും നീയുമായി ഇനി ബന്ധമില്ല എന്ന് അള്ളാഹു നമ്മളോട് പറയുമോ? ഖിദർ നബി 3 നേരത്തെ വാണിംഗ് കൊടുത്തിട്ട് മൂസ നബിയോട് ഹാദാ ഫിറാഖു ബൈനി വബൈനിക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. റമളാൻ വരുമ്പോ ഒരു പുതുങ്ങൽ, ഒരു ഉണർവ്. റജബായിന് ശഅബാനാകെ റമളാനാകുമ്പോ എന്തെന്നില്ലാത്ത ആവേശം, റബ്ബിനോട് മാപ്പിരക്കൽ, 27 രാവുകളിൽ നിറഞ്ഞു കവിയുന്ന പള്ളികൾ, സുബഹിയാവോളം പ്രാർത്ഥനയും ദിക്റും സ്വതക്കയും കണ്ണുനീരുമായി. പിന്നെ തെറ്റിലേക്ക്, പിന്നെ തിരിച്ചു വരും അടുത്ത കൊല്ലം, വീണ്ടും തെറ്റിലേക്ക്. അല്ലാഹു നമ്മളോട് പറഞ്ഞിരിക്കുമോ ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, എന്നെ കളിയാക്കുന്നവനെ ഞാൻ നിന്നെ കൈവടിഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു നമ്മളോട് പറയുമോ എന്ന് പേടിക്കണമത്രേ. ഇൽമിന്റെ യാത്രയിലാണത് സംഭവിച്ചത്. മൂസ നബിയോട് ഖിദർ നബി പറഞ്ഞു, മൂസ നബിയേ, ആയിരിക്കുന്ന പക്ഷിയെ കണ്ടു, അതിന്റെ കൊക്കിൽ വെള്ളമുണ്ട്. കപ്പലിൽ പോകുമ്പോഴാണത് കടലിലെ വെള്ളം കുത്തിയെടുത്തിട്ട് മൂസ നബി പറയുന്നു, യാ മൂസ മാ ഇൽമി വഇൽമുക ഫീ ഇൽമില്ലാഹ് ഇല്ലാ കമാ അൻഖസ ഹാദൽ ഉസ്ഫൂർ മിൻ ഹാദൽ ബഹർ, ഈ സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്ന് ആ കൊക്കിൽ എത്രയാണോ പക്ഷിയുടെ വായിൽ കിടക്കുന്ന വെള്ളം, എന്റെയും നിങ്ങളുടെയും ഇൽമ് അല്ലാഹുവിന്റെ വിജ്ഞാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ തുച്ഛമാണ്. ആ പക്ഷിയുടെ വായിലെ വെള്ളമാണ് എന്റെയും നിങ്ങളുടെയും ഇൽമ്. നിങ്ങൾക്ക് റിസാലത്തിന്റെ ഇൽമുണ്ട്, എനിക്ക് ലദുന്നിയായ ഇൽമുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കിയാൽ എത്രയുള്ളൂ? ജീവിതകാലം മുഴുവനും പഠിക്കാൻ തിരിഞ്ഞാൽ കിട്ടുന്നത് ആ പക്ഷിയുടെ വായിൽ കൊള്ളുന്ന കൊച്ചുവെള്ളം. അല്ലാഹുവിന്റെ ഇൽമോ അനന്തമായി കിടക്കുന്ന പാരാവാരം. ഇങ്ങനെയാണ് ഇൽമിന്റെ അവസ്ഥയെന്ന് വിജ്ഞാനം ബഹറാണെന്ന് പറഞ്ഞുകൊടുത്തു ആദ്യം മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.